ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഡെക്കാത്തലോൺ ഉണ്ടല്ലോ, ഡെക്കാത്തലോൺ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാലക്കാട് ഡെക്കാത്തലോണിലെ എല്ലാ സ്റ്റാഫിനോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷേ വേറെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ സുനാമി അടിച്ചില്ലേ ആദ്യമായിട്ട്, സുനാമി അടിച്ചപ്പോഴും ഇതേപോലെ ഞാൻ ഓടിയിട്ടുണ്ട്. ഇന്നേ പാലക്കാട് സുഹൃത്തുക്കളോടൊപ്പം ഡെക്കാത്തലോണിൽ പോയി. ഡെക്കാത്തലോൺ എന്നും പറയും എങ്ങനെ വേണമെങ്കിലും പറയാം. ഇന്ന് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. കാരണം എനിക്കൊന്ന് 5-6 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളത്ത് നമ്മുടെ ഏരിയ ആണല്ലോ. എറണാകുളത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കളമശ്ശേരി 2014 എനിക്ക് തോന്നുന്നു, ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതാണ് ഏറ്റവും വലിയ കാട്ട ഷോറൂം. പിന്നെ വൈറ്റ്ലയിലുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ്. പലപ്പോഴായിട്ട് പോയ സമയത്തൊക്കെ അലാറം മുഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തിരി നീണ്ടു നിന്ന് അലാറം മുഴങ്ങുമ്പോൾ തന്നെ അവർ ഓഫ് ചെയ്യും. പക്ഷേ ഇത് കുറേ നേരം അലാറം ഓഫ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഭയന്ന് പോയി. കാരണം ഉച്ചക്കാണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. സ്റ്റാഫ് സ്നേഹത്തോടെ അവർ പതറിപ്പോകാതെ ഉടനെ തന്നെ എല്ലാവരും താഴത്തേക്ക് ഇറക്കി. അപ്പോൾ ഇതേപോലത്തെ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. 2004 ഫസ്റ്റ് സുനാമി അടിച്ചില്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 21 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു. അന്ന് ഇതേപോലെ രാത്രി ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ. കാരണം അവിടെ സഹാക്കൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന മനോജ്, തിരുവനന്തപുരംകാരനാണ്, ഇപ്പോൾ എന്താ പറയുക മരണപ്പെട്ടു പോയി. അവനോടൊപ്പമാണ് ഞാൻ വൈപ്പിനിലേക്ക് പോകുന്നത്. വൈപ്പിനിൽ ഇടവനക്കാടാണ് ഏറ്റവും കൂടുതൽ സുനാമി അടിച്ചത്. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ SRU സ്കൂളിലേക്ക് മാറ്റി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുമ്പും ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പതറിയില്ല. എങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായത്, ആൾക്കാർക്കിടയിൽ പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവം മനസ്സിലായില്ല. പിന്നെ അതുമല്ല, അവിടുത്തെ സ്റ്റാഫ് ഇംഗ്ലീഷിലാണ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം പക്ക മലയാളം അറിയുന്നവരും ഉണ്ടായിരുന്നു. എന്നാലും നിമിഷം കൊണ്ട് അവർ സ്നേഹത്തോടെ പെരുമാറി. അവർ നല്ല രീതിയിൽ പെരുമാറിയിട്ട. കാരണം ഉടനെ തന്നെ താഴത്തേക്ക് ഇറക്കി. അപ്പോൾ ഇതേപോലത്തെ സാഹചര്യം വരുമ്പോൾ അലാറം മുഴങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരാണ് എന്താണോ പറയുന്നത്, നിമിഷ നേരം കൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിലേക്ക് മാറാം. അതുകൊണ്ട് നിങ്ങൾ എന്താണോ അവിടെ ഉത്തരവാദിത്തപ്പെട്ട് കിടന്നത് അത് കേൾക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത് ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ അവർക്കും വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ടെക്നീഷ്യൻ വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ലോണം ഡീൽ ചെയ്ത് എല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞ് സാവകാശമൊക്കെ പോയത്. ഞാനൊക്കെ അവിടെ ഒരുപാട് നേരം ചിലവഴിച്ചിട്ടാണ് റിട്ടേൺ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.